ഹലോ. അപ്പോൾ ദേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് റേഷനരി വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 2 കഷ്ണം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഇതാ ഒരു സവോളയുടെ പകുതി ചോപ്പ് ചെയ്തത്, പിന്നെ ഇതാ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഇതാ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 മുട്ട ചേർക്കുക. കുറച്ച് ഉപ്പും അതേപോലെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നീട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ബാക്കി നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ സവോളയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് സവോളയാണ്. അപ്പോൾ സവാളയും ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ക്യാബേജ് ഇത്രയും ചേർക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും കൂടെ ചേർക്കുക. പിന്നീട് നമുക്ക് സോസാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സോസ് ഒഴിച്ചു. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. സോസൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നീട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസാണിത്. അപ്പോൾ റൈസ് ചേർത്ത് അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റേഷനരി വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.